താനിതുവരെ കഴിക്കാൻ തുടങ്ങിയില്ലേ? ഇരിക്കെ, ഒരുമിച്ച് കഴിക്കാം. എനിക്ക് തീരെ വിശപ്പില്ല. എനിക്ക് നല്ല വിശപ്പുണ്ട്. തനിക്കും ഉണ്ടെന്ന് എനിക്കറിയാം. ഇരിക്ക് സഖാവേ. നാളത്തേക്ക് കുറച്ച് പൈസ കൂടി വേണ്ടി വരുമല്ലോ ഉണ്ണിത്താനെ. ഫെലിക്സ് അച്ഛൻ നാളെയും വരുമായിരിക്കും. നാളെ കൂടി വരും. മറ്റന്നാ വരുവോ? അതിന്റെ പിറ്റേ ദിവസം വരുവോ? ഇച്ചിരി കാശുണ്ടാക്കാൻ എന്താ ഒരു വഴി? ഒരു എളുപ്പ വഴിയുണ്ട്. മുകളിലോട്ട് നോക്കി മുദ്രാവാക്യം വിളിച്ചാൽ മതി, കൊഴിഞ്ഞു വീഴും. താനെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്റെ നെട്ടൂരാനെ, ഇനി ഇങ്ങനെ നടന്നാ പോരാ. ജീവിക്കാൻ കാശ് വേണ്ടേ? അതിനുള്ള വഴി കാണണം. മേടയിലെ മട്ടുപ്പാവിൽ 4 നേരം വൃത്തിയായിട്ട് വയറ് നിറച്ച് വല്ലതും കഴിച്ചോണ്ട് കിടന്നിരുന്ന കൊച്ച എല്ലാം വലിച്ചെറിഞ്ഞിട്ട് തൻ്റെ കൂടെ ഇറങ്ങി പോന്നത്. അന്നമ്മ, സഖാവിന്റെ ഭാര്യ. ഇപ്പതേ ഒരു മോനും കൂടായി. അവന് നല്ല ആഹാരം കൊടുത്ത് വളർത്തണ്ടേ? അവനെ പഠിപ്പിക്കണ്ടേ? നിങ്ങൾക്ക് താമസിക്കാൻ ഒരു വീട് വേണ്ടേ? ഉണ്ണിത്താനെ, ഇതെല്ലാം കൂടെ ഒന്നിച്ച് പറഞ്ഞ് താൻ എന്നെ പേടിപ്പിക്കാതെ. പേടിക്കണം. ഇനിയും മുന്നോട്ട് ആലോചിക്കുമ്പോൾ തനിക്ക് പേടി വരും. 24 മണിക്കൂറും പാർട്ടി എന്ന് പറഞ്ഞ് നടന്നാൽ ശരിയാകത്തില്ല. എന്തോന്നാടോ തനി പറയുന്നത്? പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാ ഞാൻ. അതെ, അറിയാം. സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ സ്റ്റേറ്റ് കാറി വന്നിറങ്ങി പെറ്റ് കിടക്കുന്ന പെണ്ണും പിള്ളയ്ക്കും കൊച്ചിനും മരുന്ന് മേടിക്കാൻ കാശില്ലാതെ സ്റ്റേറ്റ് മുഴുവൻ നടന്ന് തെണ്ടേണ്ടി വന്നില്ലേ? താൻ എന്ത് കമ്മ്യൂണിസം പറഞ്ഞാലും പെണ്ണും പിള്ളയും കുഞ്ഞിനെ നോക്കാതെയുള്ള തൻ്റെ ഈ ഇംഗിലാവിനോട് എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല. നെട്ടുരാനെ, നമുക്ക് പഴയ പോലെ ഒരു കൊച്ചു പ്രസ് തുടങ്ങിയാലോ? ബാങ്കിൽ നിന്ന് ലോൺ കിട്ടും. പാർട്ടി അച്ചടി മുഴുവൻ നമുക്ക് കിട്ടത്തില്ലയോ? എന്താ? നോട്ടമുണ്ട് എല്ലാരും. നീന്നൊക്കെ ശബ്ദം ഉണ്ടാക്കാറുണ്ട്. എന്നും ഓരോ പരിപാടി എന്നമ്മേ. എത്ര ദിവസമായി ഇങ്ങോട്ട് വരാൻ നോക്കുകയാണെന്നറിയാമോ? ഇന്നാ നടന്നത്. എനിക്ക് മനസ്സിലാക്കാൻ പറ്റും സേതു, ഒരു മന്ത്രിയുടെ ബുദ്ധിമുട്ടൊക്കെ. കുട്ടാ, കള്ളക്കുട്ടാ, മുദ്രാവാക്യം വിളിച്ചണ്ടായ നമുക്ക്. ചോറെവിടെ, പാലെവിടെ, കൊണ്ടെത്ത അമ്മച്ചിയെ. ചോറെവിടെ, പാലെവിടെ, കൊണ്ടെത്ത അമ്മച്ചിയെ. വീടിയുണ്ടോ സഖാവി ഒരു തീപ്പെട്ടി എടുക്കാൻ? എടോ, കുറെ കൂടെ നല്ലൊരു വീട്ടിലേക്ക് താമസം മാറ്റണം താൻ. തനിക്ക് വേണ്ടിയല്ല, അന്നമ്മയ്ക്ക് വേണ്ടി. മേടയിലെ പിള്ളേരുടെ മുമ്പിൽ അന്നമ്മ ഒരു ദാരിദ്ര്യക്കോലമായി ജീവിക്കാൻ പാടില്ല. നമ്മുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ഒരു ബിസിനസ് തുടങ്ങണം താൻ. വഴിയുണ്ടാക്കാവിടൂ. പണം മാത്രമല്ലല്ലോ ഡി കെ പ്രശ്നം, നമ്മുടെ പാർട്ടി പ്രവർത്തനവും ബിസിനസ്സും കൂടെ. നമുക്ക് പോറ്റി സാറിനോട് സംസാരിക്കാം. നെട്ടൂരാനെ പോലെ ഒരു പാർട്ടി സഖാവ് ബിസിനസ്സിലേക്കൊക്കെ ഇറങ്ങുന്നതിനെ പറ്റി എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. സാമാന്യം ഭേദപ്പെട്ട നിലയിൽ ജീവിക്കാൻ ഒരു വരുമാന മാർഗം നെട്ടൂരാൻ കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. സ്വന്തമായൊരു വീടും. കാരണം അന്നമ്മ ഒരു സഖാവിന്റെ ഭാര്യ മാത്രമല്ല, മേടയിൽ ഇട്ടിച്ചന്റെ മകളും കൂടിയാണ്. ഇത് നെട്ടൂരാന്റെ അഭിമാനത്തിന്റെ കൂടി പ്രശ്നമാണ്. ഇതല്ലേ കൂടുതൽ അഭിമാനം? ഭരണത്തിലിരിക്കുന്ന പാർട്ടിയുടെ സമുന്നതനായ ഒരു നേതാവിന്റെ ഭാര്യയല്ലേ അന്നമ്മ? പിന്നെ സഖാവ് തീരുമാനിക്കുക. പാർട്ടി നേതൃത്വത്തിൽ ഇരുന്നുകൊണ്ട് ഏതായാലും പറ്റില്ല. ഇനി അങ്ങനെ ബിസിനസ് തുടങ്ങിയേ പറ്റൂ എന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ നിന്ന് രാജിവെക്കണം. പാർട്ടിയിൽ നിന്ന് 5-6 കൊല്ലം ലീവ് എടുക്കണം. ഇതല്ലാതെ വേറെ മാർഗമൊന്നും ഞാൻ കാണുന്നില്ല. ഇറങ്ങി വാടാ വെളിയില്. കുറച്ച് നാളായിട്ട് നീ വെച്ച് നടത്തുന്നുണ്ട്. ഇറങ്ങി വരുന്നോ അതോ ഞങ്ങൾ പൊളിച്ചാത്ത് തരണോ? ഇറക്കി വിടടി അവനെ. ഇറങ്ങി വാടാ. ഇറങ്ങി വരുന്നുണ്ടോ? അവനെ ഇറങ്ങി വിടടി. ഹലോ, ഡി കെയോ? എന്താടോ? താൻ എവിടുന്നാ വിളിക്കുന്നത്? എടോ, ഞാൻ സ്റ്റെല്ലയുടെ വീട്ടിലാ. പുറത്ത് ആൾക്കാർ വളഞ്ഞിട്ടുണ്ട്. താൻ ഉടനെ ഇങ്ങോട്ട് വരണം. ഞാൻ എന്താ വരുന്നു.
ചായ എന്താ പ്രശ്നം? ഒന്നുമില്ല. നീ ഭാസിയോട് ടെമ്പോ ഇറക്കാൻ പറ. എന്താടാ ഇവിടെ ബഹളം? എന്തിനാ നീയൊക്കെ ഇവിടെ കൂടി നിൽക്കുന്നതെന്ന്? ഈ വീട്ടിൽ ഒരാൾ കയറുന്ന മുതലാളി, അവനെ പിടിവിടാനാ. ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളവരാ. ആണുങ്ങളില്ലാത്തൊരു വിധവയുടെ വീട്ടില് പാതിരായ്ക്ക് സ്ഥിരമായിട്ട് വന്നു പോകുന്നത് ആരാണെന്നൊന്ന് അറിയണമല്ലോ. നീയൊക്കെ ആരാ? ഇവിടുത്തെ സദാചാര കമ്മിറ്റിയോ? എനിക്ക് വേണ്ടപ്പെട്ട വീടാ. ഇവിടെ ആരെങ്കിലും വന്നു പോകുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണവും കാണും. നിന്നെ ഒന്നും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. അപ്പോ മുതലാളിക്കും പങ്കുള്ള കച്ചവടം അല്ലയോ? ഒന്നാളെ ഞാൻ ഒറ്റ ഒരുത്തൻ എന്നോട് ചോദിക്കില്ല. നീയൊക്കെ നിന്റെ അച്ഛൻ വീട്ടിൽ പോയി സദാചാരം ഉണ്ടാക്കടാ. മാറ്റാൻ പറ. ഭാസി, വണ്ടി മാറ്റിയിട. മിനിസ്റ്റർ ടെമ്പോല. എടോ കോപ്പെ, താനൊരു മന്ത്രിയാണെന്ന് ആലോചിക്കണം. എടോ പെട്ടെന്നുള്ള പ്രോഗ്രാം ആയിരുന്നു, അതുകൊണ്ടാ തന്നെ അറിയിക്കാൻ ഞാൻ. തന്നെ അവിടെ വെച്ച് ആരെങ്കിലും കണ്ടിരുന്നെങ്കിലേ ഒന്ന് ആലോചിച്ച് നോക്ക്. നാറ്റ കേസല്ലേ. താൻ ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കണ്ട. ഇപ്പൊ സ്ഥലം വിടണം. താൻ സ്റ്റേറ്റ് കാറിലാണോ പോയത്? അല്ല, കണ്ണൻ എന്നെ കൊണ്ടുവിട്ടത്. അവന്റെ കാറിലോ? എന്റെ DK, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. താൻ ഇറങ്ങ. വാ. ഗുഡ് മോർണിംഗ്. ആ കുറ്റി അങ്ങോട്ടേക്ക്. മുഖവരയില്ലാതെ കാര്യം അങ്ങ് നേരിട്ട് പറയാം. എന്റെ ഭർത്താവിനെ വഴിതെറ്റിക്കുന്നത് നിങ്ങളാണ്. മനസ്സിലായില്ല. സ്റ്റെല്ലയുമായുള്ള DKയുടെ ബന്ധത്തിന് നെട്ടൂരാൻ കൂട്ടു നിൽക്കരുത്. അത് പറയാനാ ഞാൻ വിളിപ്പിച്ചത്. എന്റെ മുമ്പിൽ നിൽക്കുന്നത് ഹോം മിനിസ്റ്റർ സേതുലക്ഷ്മിയാണോ അതോ സഖാവ് സേതു ആണോ? എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഹോം മിനിസ്റ്റർ ഓർഡർ ആണെങ്കിൽ അത് കേൾക്കാൻ നെട്ടൂരാൻ നിങ്ങളുടെ ഓർഡറിലേ അല്ല. സഖാവ് സേതുവിനെ കേൾക്കാനാണെങ്കിൽ ഒരു പഴയ സഖാവായ എനിക്ക് ചിലത് പറയാനുണ്ട്. എനിക്കോ DKക്കോ പാർട്ടിക്കോ തള്ളിക്കളയാൻ പറ്റുന്ന ഒരു ബന്ധമല്ല DKക്ക് സ്റ്റെല്ലയോടുള്ളത്. എന്തിന്? സേതുവിന് പോലും. സേതുവിനറിയാമോ, DK ജയിലിൽ നിന്നിറങ്ങി സേതുവിനെ കെട്ടുന്നതിന് മുമ്പ് സ്റ്റെല്ലയെ കണ്ടിരുന്നെങ്കിൽ DK സേതുവിനെ കെട്ടാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. അതൊന്നും എനിക്ക് കേൾക്കണ്ട. നെട്ടൂരാൻ കൂട്ടു നിന്നില്ലെങ്കിൽ DK ആ വീട്ടിൽ പോവില്ല. പോവും സേതു. സ്റ്റെല്ല പ്രസവിച്ച DKയുടെ മകൻ ആ വീട്ടിൽ വളരുന്നുണ്ട്. തീർച്ചയായും DK പോകും. ഞാൻ കൂട്ടുനിന്നില്ലെങ്കിൽ കൂട്ടുനിൽക്കാൻ മറ്റു പലരുമുണ്ട്. അവർ DK ഒറ്റുകൊടുക്കും. ഈ ബന്ധം നാട്ടിലറിയും. DK നാറും. കണ്ണനും DKയുടെ സുഹൃത്താണ്. DKയുടെ പോക്ക് ശരിയല്ലെന്ന് എന്നോട് വന്ന് പറയാൻ കണ്ണന് തോന്നിയല്ലോ. എന്നെയും കണ്ണനെയും ഒരുപോലെ കാണുന്നത് സേതുവിന്റെ കാഴ്ചയ്ക്ക് എന്തോ കുഴപ്പമുള്ളതുകൊണ്ടാണ്. എന്റെ കാഴ്ചയ്ക്ക് ഒരു കുഴപ്പമില്ല. ഉണ്ട്. അധികാര തിമിരം ബാധിച്ചിരിക്കുന്നു സേതുലക്ഷ്മിക്ക്. കണ്ണൻ മുതലാളിക്ക് വ്യവസായ മന്ത്രി DK കൊണ്ടുള്ള ആവശ്യം കഴിഞ്ഞു. ഇനി അവൻ ആവശ്യം അവന്റെ തോന്നിയാസങ്ങൾക്ക് മറയായി ആഭ്യന്തരമന്ത്രിയുടെ സഹായമാണ്. എല്ലാരും എനിക്കറിയാൻ നെട്ടൂരാൻ മുതലാളി. ഏതോ കഥയിലെ എന്നോ മരിച്ചൊരു കഥാപാത്രത്തെ പൊക്കിയെടുത്ത് വികാര പ്രകടനം നടത്തുന്ന നിങ്ങൾ എന്തിനാ ഈ തോന്നിയാസത്തിന് കൂട്ടു നിൽക്കുന്നത്? വ്യവസായ മന്ത്രിയെ കൊണ്ട് നിങ്ങൾക്ക് നേടാവുന്നത് നേടാൻ വേണ്ടി, നിങ്ങൾക്ക് കാശുണ്ടാക്കാൻ വേണ്ടി. സേതു, മന്ത്രിയുടെ ഇരുട്ട് ബന്ധത്തിന് കൂട്ടുനിന്ന് കാശുണ്ടാക്കേണ്ട ഗതികേട് നെട്ടൂരാൻ ഉണ്ടായിട്ടില്ല. ഞാൻ കഷ്ടപ്പെട്ടാ കാശുണ്ടാക്കിയത്, എന്റെ കുഞ്ഞിനും അന്നമ്മയ്ക്കും വേണ്ടി. സേതുവിനറിയാമോ, നിങ്ങൾ മന്ത്രിമന്ദിരത്തിൽ പൊറുതിക്ക് കയറുമ്പോൾ അന്നമ്മയുടെ ജീവൻ രക്ഷിക്കാൻ മരുന്നിന് കാശില്ലാതെ മുഴുപട്ടണിയിൽ റോഡിൽ അലയുകയായിരുന്നു ഞാൻ. എനിക്കാരെ ഒന്നും ബോധിപ്പിക്കണ്ട. എനിക്ക് ശരിയെന്ന് തോന്നുന്നു ഞാൻ ചെയ്യും. മന്ത്രി കസേരയിൽ ഇരുന്നുകൊണ്ട് സേതു നെട്ടൂരാനെ കാണരുത്. കാണാനാണ് ഭാവമെങ്കിൽ നെട്ടൂരാൻ അത് പുല്ലാണ്. ഈ നെട്ടൂരാൻ വിളിച്ചതിൽ കൂടുതൽ മുദ്രാവാക്യങ്ങളൊന്നും സേതു വിളിച്ചിട്ടില്ല. അത് മറക്കരുത്. കോനെ, तेरा बाप തുറക്കടാ. जी
ആ നെട്ടൂരാനോ? ഇരിക്കേ. വേണ്ട, നിന്ന് പറഞ്ഞിട്ട് പോകേണ്ട കാര്യമേ ഉള്ളൂ. ആഭ്യന്തരമന്ത്രി സേതുലക്ഷ്മിയുടെ ചെവി കടിച്ചു പറിച്ച് ആ വീട് കുളം തോണ്ടി അല്ലേടോ? നെട്ടൂരാൻ പറയുന്നത് മിണ്ടരുത്. താനല്ലേ ഡി കെ അവിടെ കൊണ്ടുവിട്ടത്? തന്നെ വിശ്വസിച്ചല്ലേ ഡി കെ തന്നെയും കൂട്ടി ആ വീട്ടിൽ പോയത്? ഇങ്ങനെ ഒരു വൃത്തികെട്ട ബന്ധമായിരുന്നു അവിടെയെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇതിനൊന്നും കൂട്ടു നിൽക്കാൻ എന്നെ കിട്ടൂല നെട്ടൂരാനെ. ഞാൻ ഇപ്പോഴല്ല അറിയുന്നത്. തനിക്ക് എന്തോ അറിയാമെന്ന ഒരു കുന്തം തനിക്ക് അറിഞ്ഞൂടാ. സഖാവ് കണ്ണ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അധികാരം കിട്ടിയപ്പം ഒരുപാട് നാറി മുതലാളിമാര് പാർട്ടി ഓഫീസിൽ കയറി ഇറങ്ങി സഹാക്കളി ചമയുന്നുണ്ട്. മന്ത്രി സേതുലക്ഷ്മിയുടെ വീട്ടിലെ അടുക്കള കമ്മിറ്റിയിലെ നിനക്കൊക്കെ സ്ഥാനമുള്ളൂ. പാതകത്തും പത്താം പുറത്ത് വരുന്ന പരദൂഷണം പറയുന്നതല്ല രാഷ്ട്രീയം. ഡി കെ എന്റെ സുഹൃത്താണ്. ഡി കെക്കെതിരായിട്ട് നീ ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അറിയാമല്ലോ നിനക്കെന്നെ. പഴയ നെട്ടൂരാനാകാൻ എനിക്കധികം സമയമൊന്നും വേണ്ട. നെട്ടൂരാനാണ് ഡി കെ ചീത്തയാക്കുന്നത്, അല്ലടാ? നീ എന്നോട് കളിക്കല്ലേ. നിന്നെ ഞാൻ കളി പഠിപ്പിക്കുമേ കണ്ണം മുതലാളി. ആ നെട്ടൂർ എന്റർപ്രൈസസ് പ്രൊപ്പറേറ്റർ നെട്ടൂർ ആൻഡ് റെസിഡൻസ് സ്പീക്കിംഗ്. പാതിരായ്ക്ക് ഏത് തമ്പി? വേലിത്തമ്പിയാണോ? തലക്കുളത്തുനിന്നാണോ? ഇടിച്ച് നിന്റെ മുതുകാൻ കുളമാക്കും. നിനക്ക് നിന്റെ യജമാനൻ രാത്രി ഉറക്കമില്ലയോടെ? എന്താ അത്യാവശ്യമാണെങ്കിലും രാവിലെ. എന്താ തമ്പി? എന്റെ സഖാവേ, ഇവിടെ ആകെ പ്രശ്നമാ. മിനിസ്റ്റർ സേതു പിണങ്ങി ഇറങ്ങി പോയി ഗസ്റ്റ് ഹൗസിൽ താമസമാക്കി. എന്താ കാര്യം? കാര്യം എന്താണെന്ന് മനസ്സിലായില്ല. ഇവിടെ വലിയ ബഹളമായിരുന്നു. താൻ ഡി കെക്ക് ഫോൺ കൊടുത്തേ? മിനിസ്റ്റർ കിടന്നു, ആർക്കും ഫോൺ കൊടുക്കണ്ടെന്നാ പറഞ്ഞിട്ടുള്ളത്. ആ എന്നാ ഉറങ്ങട്ടെ. ഞാൻ കാലത്തങ്ങെത്താം. താൻ ഇതിന് വലിയ പബ്ലിസിറ്റി ഒന്നും കൊടുക്കണ്ട. ആ മന്ത്രിയായിട്ടാണെങ്കിലും ഭാര്യയായിട്ടാണെങ്കിലും ന്യായം എന്റെ ഭാഗത്താണ് പോറ്റി സാർ. നിങ്ങൾ വെറും ഭാര്യാഭർത്താക്കന്മാരല്ല, ജനങ്ങൾ ഉറ്റുനോക്കുന്ന ഈ രാജ്യത്ത് ഉത്തരവാദപ്പെട്ട 2 മന്ത്രിമാരാണ്. നിങ്ങൾ പിണങ്ങി മാറിയതിന്റെ കാരണം നാട്ടുകാരറിയില്ലേ? പടച്ചുണ്ടാക്കിയ കെട്ടുകഥകളുമായിട്ട് പത്രക്കാരും പ്രതിപക്ഷവും നമ്മുടെ പാർട്ടിയെ ആക്രമിക്കില്ലേ? അതിനൊരവസരം നിങ്ങളായിട്ടുണ്ടാക്കരുത്. സേതു മടങ്ങിപ്പോകണം. ഇല്ല പോറ്റി സാർ, ഞാൻ വേണമെങ്കിൽ ഇപ്പോഴെന്റെ മന്ത്രിസ്ഥാനം രാജിവെക്കാം. എന്തായാലും ആ വീട്ടിലേക്ക് ഇനി ഞാൻ മടങ്ങിപ്പോവില്ല. എടോ, വഴക്കിട്ടാണെങ്കിലും ഒരു വീട്ടിൽ ഈ ജീവിതകാലം മുഴുവൻ കഴിയേണ്ടവരാ താനും സേതു, അല്ലേ? തെറ്റ് തന്റെ ഭാഗത്താ. താൻ കുറെ കൂടെ ക്ഷമ കാണിക്കണമായിരുന്നു. എടോ, താനും സേതുവുമായിട്ടല്ല വഴക്കുണ്ടായിരിക്കുന്നത്. 2 മന്ത്രിമാർ തമ്മിലാ. ഭാര്യ ആഭ്യന്തരമന്ത്രി ഗസ്റ്റ് ഹൗസിൽ പൊറുതി തുടങ്ങി. മന്ത്രിമന്ദിരത്തിൽ ഭർത്താവ് വ്യവസായ മന്ത്രി വീർപ്പിച്ച് കിട്ടിയ ഈഗോയുമായിട്ട് കുത്തിയിരിക്കുന്നു. താൻ ആ ഫോൺ എടുത്ത് ഗസ്റ്റ് ഹൗസിലോട്ട് വിളിച്ച് സേതുവിനോട് ഇങ്ങോട്ട് വരാൻ പറ. എന്തിനാ? ഞാൻ പറഞ്ഞിട്ടാണോ അവളോട് ഇറങ്ങിപ്പോയത്? ഡി കെ, ഈ മന്ത്രിമന്ദിരവും ആ ഗസ്റ്റ് ഹൗസും ഒക്കെ വെറും സത്രങ്ങളാ. നിങ്ങളുടെ ജീവിതം സത്രങ്ങളിൽ കളിച്ച് കളയാനുള്ളതല്ല. എടോ, ഞാനും വരാം. നമുക്ക് പോയി സേതുവിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. നടക്കത്തില്ലടോ. തനിക്കറിയാമേലാഞ്ഞിട്ടാ. ഒരു സ്ത്രീയാണെന്നും എന്റെ ഭാര്യയാണെന്നുള്ള ബോധം അവൾക്കില്ലാതായിരിക്കുന്നു. ധിക്കരിച്ചിറങ്ങിപ്പോയതല്ലേ, സ്വന്തം മനസ്സാലെ തിരിച്ചു വരട്ടെ. ഞാൻ പോയി വിളിക്കുന്ന പ്രശ്നമേ ഇല്ല, ഉറപ്പാ. ഇന്നത്തെ പത്രം മന്ത്രി ദമ്പതികൾ പിണങ്ങി പിരിഞ്ഞു. ഇന്നത്തെ പത്രം മന്ത്രി ദമ്പതികൾ പിണങ്ങി പിരിഞ്ഞു. പ്രശ്നം ആഭ്യന്തരമാണ്, ഒറ്റയ്ക്ക് തന്നെ കൈകാര്യം ചെയ്യണം. മന്ത്രി ദമ്പതികൾ പിണങ്ങി പിരിഞ്ഞു. ഇംഗിലാബ് ഒരു വീട്ടിലും സിന്ദാബാദ് മറ്റൊരു വീട്ടിലും. ദാ നാറി. താനല്ല, തലസ്ഥാനം ഒട്ടാകെ നാറിയെന്ന്. മന്ത്രി ദമ്പതികളുടെ പിണക്കം ചർച്ചാ വിഷയമാകുന്നു. നേതാക്കളുടെ ശ്രമം വിഫലം. വ്യക്തിപരമെന്ന് മന്ത്രി സേതുലക്ഷ്മി പറഞ്ഞൊഴിഞ്ഞ ഡി കെയുമായുള്ള പിണക്കത്തിന് പിന്നിൽ ഒരു സ്ത്രീക്ക് ബന്ധമുള്ളതായി അറിയുന്നു. അനാവശ്യമായ കെട്ടുകഥകൾ ഉണ്ടാകാതിരിക്കാനും പ്രചരിക്കാതിരിക്കാനും വേണ്ടിയാണ് ഇത്ര പെട്ടെന്ന് നിങ്ങളെ എല്ലാം ഇവിടെ വിളിച്ചുകൂട്ടി ഇങ്ങനെ ഒരു പത്രസമ്മേളനം നടത്തുന്നത്. സ്റ്റെല്ല എന്ന സ്ത്രീയുമായി മന്ത്രിക്ക് ബന്ധമുണ്ടെന്ന് നൽകുന്നത് ശരിയാണോ?
അല്ല. അവരുടെ വീട്ടിൽ ഒളിവ് കാലത്ത് മന്ത്രി കഴിഞ്ഞിട്ടില്ലേ? സഖാവ് DK മാത്രമല്ല, മറ്റു പലരും. സ്റ്റെല്ലയുടെ കുട്ടിയോ? സ്റ്റെല്ലയുടെ കുട്ടി. അത് മന്ത്രി DKയുടേതാണെന്നാ ചോദിച്ചത്. അല്ല. എന്നാ കേൾക്കുന്നത്? താൻ എവിടെന്നാ കേട്ടത്? അതവിടെന്നെങ്കിലും ആവട്ടെ. ഒരു മിനിറ്റ്. ചൂടാവുന്നത് ഇത്തരത്തിൽ മുന്നോട്ട് പോയാൽ ഈ പത്രസമ്മേളനത്തിന് അർത്ഥമില്ലാതാവും. കേട്ടുകേൾവി വാർത്തയായിട്ട് അച്ചടിച്ചിറക്കാനാണെങ്കിൽ ഇങ്ങനെ ഒരു പത്രസമ്മേളനത്തിന്റെ ആവശ്യമേ ഇല്ലല്ലോ. നിങ്ങളുടെ എല്ലാം സഹകരണം ഇതിന് ആവശ്യമാണ്. ഇപ്പോ സഖാവ് DK പോലുള്ള ഒരു മന്ത്രിക്ക് പറയാനുള്ളത് ജനങ്ങളെ അറിയിക്കുക എന്ന പത്രധർമ്മത്തിൽ മാത്രം ഈ സമ്മേളനം ഒതുക്കി നിർത്തണം എന്നാണ് എൻ്റെ വിനീതമായ അപേക്ഷ. ഇനി സഖാവിന് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പറയാം. ഒളിവ് കാലത്ത് പല വീടുകളിലും കഴിയേണ്ടി വന്നിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഈ സ്ത്രീയുടെ വീട്ടിലും. സഖാവ് നെട്ടൂരാനും എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അതിനപ്പുറമായൊരു ബന്ധം ആ സ്ത്രീയുമായിട്ടോ നിങ്ങളിപ്പോൾ പറഞ്ഞ ഈ കഥയുമായിട്ടോ എനിക്കില്ല. അതാണ് സത്യം. അതല്ലല്ലോ സത്യം. രഹസ്യമായിട്ടാണെങ്കിൽ പോലും താൻ കൊടുത്ത അംഗീകാരത്തിന്റെ പേരിലാണ് തന്റെ മകനും അവന്റെ അമ്മയും കഴിയുന്നത്. പരസ്യമായിട്ട് താനത് നിഷേധിച്ചപ്പോൾ അവർ അനാഥരായടോ. ഞാൻ പിന്നെ എന്ത് ചെയ്യണമായിരുന്നാ താൻ പറയുന്നത്? സമ്മതിക്കണമായിരുന്നു. പത്രസമ്മേളനത്തിൽ ഉറച്ചു വിളിച്ചു പറയണമായിരുന്നു. അതിന്റെ പേരിൽ മന്ത്രി കസേര നഷ്ടപ്പെടാൻ പോകുകയാണെങ്കിൽ പോട്ട് പുല്ലെന്ന് വെക്കണമായിരുന്നു. അതാണ് DK തന്നെയും എന്നെയും പോലുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ ചെയ്യേണ്ടത്. മന്ത്രി കസേരയിലിരിക്കാൻ എനിക്ക് കൊതിയൊന്നുമില്ല നെട്ടൂരാനെ. പക്ഷെ എന്റെ ഇമേജിന്റെ പ്രശ്നമാണ്. തന്റെ ഇമേജോ? തനിക്ക് മാത്രമേ ഉള്ള ഇമേജ്. തന്റെ കുഞ്ഞിനെ നൊന്ത് പ്രസവിച്ച സ്റ്റെല്ലയ്ക്ക് നാട്ടുകാരുടെ മുമ്പിൽ ഒരു ഇമേജുമില്ലേ? ഇസ് എ പ്രോസ്റ്റിറ്റ്യൂട്ട്. തന്റെ കുഞ്ഞ് ഇസ് എ ബാസ്റ്റേഡ്. നെട്ടൂരാനെ ഓടോ നെട്ടൂരാനെ. ഞാൻ നോക്കോടോ സ്റ്റെല്ലേ. തന്റെ കുഞ്ഞിനെ ഞാൻ വളർത്തും. എനിക്ക് തന്നെ പോലെ ഇൻകുലാബിന്റെ ഇമേജിലല്ലോ സഖാവെ നഷ്ടപ്പെടാൻ. അഞ്ചു കൊല്ലം മുമ്പ് വ്യക്തിപരമായ കാരണങ്ങളാൽ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ നിന്നും രാജിവെച്ച് പാർട്ടിയിൽ നിന്നും ലീവ് എടുത്ത് മാറി നിന്നിരുന്ന സഖാവ് നെട്ടൂരാൻ സജീവമായി വീണ്ടും പാർട്ടിയിലേക്ക് വന്നിരിക്കുകയാണ്. സഖാവിൻ്റെ പാർട്ടിയിലെ സീനിയോറിറ്റിയും കഴിഞ്ഞകാല പ്രവർത്തനവുമൊക്കെ കണക്കിലെടുക്കുമ്പോൾ സ്വാഭാവികമായും സ്റ്റേറ്റ് കമ്മിറ്റി അംഗത്വത്തിന് സഖാവ് നെട്ടൂരാൻ അർഹനാണ്. ഇനി സഖാക്കളുടെ അഭിപ്രായം പറയാം. സഖാവ് നെട്ടൂരാന്റെ ആദ്യകാല പ്രവർത്തനവും സീനിയോറിറ്റിയും ഒക്കെ മാനിക്കുന്നു. പക്ഷെ സഖാവിനെ സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക് ഇനി എടുക്കാൻ പാടില്ല. വ്യക്തിപരമായ കാരണങ്ങളാൽ 5 കൊല്ലം മുമ്പ് സ്റ്റേറ്റ് കമ്മിറ്റിയിൽ നിന്ന് ലീവ് എടുത്ത് മാറി നിന്ന സഖാവ് നെട്ടൂരാൻ ഇന്ന് നെട്ടൂരാൻ മുതലാളിയാണ്. ഒരു മുതലാളിയെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ എടുക്കാൻ പാടില്ല. 5 കൊല്ലം പാർട്ടി വിട്ടുതന്നല്ലേ? ഇനി 5 കൊല്ലം സഖാവ് നെട്ടൂരാൻ പാർട്ടി പ്രവർത്തിക്കട്ടെ. എന്നിട്ട് തീരുമാനിക്കാം സ്റ്റേറ്റ് കമ്മിറ്റിയിൽ എടുക്കണോ വേണ്ടോ എന്ന്. എന്തും തീരുമാനിക്കാൻ 5 കൊല്ലം അല്ല 10 കൊല്ലം കഴിഞ്ഞാലും നെട്ടൂരാനെ പോലെ മുതലാളിയെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ എടുക്കാൻ പാടില്ല. ഭരണത്തിൽ കയറിയ പാർട്ടിയിൽ നിന്നും കുടുംബത്തിൽ ഇല്ലാത്ത പരാധീനതകൾ ഉണ്ടാക്കി പറഞ്ഞ് പാർട്ടി മന്ത്രിമാരെ സ്വാധീനിച്ച് ചുരുങ്ങിയ കാലം കൊണ്ടാണ് അനധികൃതമായി നെട്ടൂരാൻ ഇത്രയധികം കാശുണ്ടാക്കിയത്. നെട്ടൂരാനെ പോലൊരു ബൂർഷ്വാ മുതലാളിക്ക് പാർട്ടിയുടെ പരമോന്നത കമ്മിറ്റിയിൽ അംഗത്വം കൊടുക്കുകയാണെങ്കിൽ അത് അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തോടുള്ള അവഹേളനമായിരിക്കുമെന്നാണ് എന്റെയും ഈ കൂടിയിരിക്കുന്ന ഞങ്ങൾ എല്ലാവരുടെയും അഭിപ്രായം. ഒരു മുതലാളിയെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ എടുക്കാൻ പാടില്ല. ഈ അപേക്ഷ പരിഗണിക്കരുത്. നെട്ടൂരാനെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ എടുക്കാൻ പാടില്ല. അതെ, ഞങ്ങൾ എതിർക്കും. കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല. തീരുമാനം ഇപ്പൊ എടുക്കണം. സഖാവ് നെട്ടൂരാന് പറയാനുള്ളത് പറയാം. പാർട്ടിയോടും പാർട്ടി സെക്രട്ടേറിയറ്റിനോടും പാർട്ടി ഡിസിപ്ലിനോടും പാർട്ടിയുടെ ആദ്യകാല പ്രവർത്തകനെന്ന അവകാശവാദമില്ലാതെ എല്ലാ ആദരവോടും കൂടി സഖാവ് നെട്ടൂരാൻ പറയുകയാണ്. വികാരാവേശത്തോടെ എന്റെ സുഹൃത്തുക്കളായ സഖാക്കൾ പറഞ്ഞ വിവരക്കേടിന് വിശദീകരണം നൽകേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പാർട്ടി എന്ത് തീരുമാനമെടുക്കുന്നോ അത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്.